അവള് വീണ്ടും വന്നു. പ്രതീക്ഷ തന്നിട്ട് മനുഷ്യനെ പറ്റിക്കുന്നത് അവൾക്കും അവളെ കെട്ടിയവനൊരു ഹോബിയാ. നീ എന്താ ഒറ്റയ്ക്ക് നിന്ന് പറയുന്നത്? എന്താന്ന് കേൾക്കണോ? ഒരിടത്തൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലെ മൂത്ത ചേട്ടൻ ബുദ്ധിമാനും അനിയൻ മരമണ്ടനുമായിരുന്നു. അതുകൊണ്ട് മണ്ടനായ അനിയന്റെ ഭാര്യ കോമാളിയാകുന്നത് ഒരു നിത്യ സംഭവമായിരുന്നു. അങ്ങനെ കോമാളിയാവ് നിന്നു കൊടുത്താ ഇന്ന് നമ്മൾ കോമാളി ആവത്തുള്ളൂ കരണേ. ഇതിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. അവരെങ്ങനെ വഴിതെറ്റി നടന്നാലും ഏട്ടൻ അവരെ കളയാനൊന്നും പോകുന്നില്ല. അതായത് ഇവിടെ മണ്ടൻ ഞാനല്ല, എന്റെ ഏട്ടനാണ്. നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ചിട്ട് അതിലേറെ നിരാശയിലേക്ക് തള്ളിവിടുന്നത് അയാൾക്കൊരു ഹോബിയായിട്ട് മാറിയിരിക്കുക. ഞാൻ എന്റെ അച്ഛനോടും മുത്തശ്ശിയോടും നടന്നതൊന്നും പറഞ്ഞിട്ടില്ല. എന്തിനാ ഇനി എന്റെ സങ്കടം അവർ കൂടി പകർന്നു കൊടുക്കുന്നത്? കണ്ണേട്ടൻ നിന്റെ ചേച്ചി അന്ധമായി വിശ്വസിക്കുന്നുണ്ട്. ഇനി നിന്റെ ചേച്ചിയെ നമ്മൾ കുറ്റപ്പെടുത്താത്താണ് നല്ലത്. ഓ, പകരം അവളെ പറ്റി പുകഴ്ത്തി പറഞ്ഞാലോ? അത് ചേട്ടനൊപ്പം അനിയനും സന്തോഷാവോ? അതെ, അയാൾക്ക് കൊടുക്കുന്ന മരുന്ന് അതേപടി ഉള്ളിൽ ചെല്ലാതിരിക്കാൻ ഉണ്ണേട്ടന്റെ അമ്മ മരുന്നിൽ എന്തൊക്കെയോ ചേർക്കുന്നുണ്ടല്ലോ. അതിന് പകരം വിഷം ചേർത്ത് അയാൾക്ക് കൊടുത്തൂടെ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? വേറെ എന്താ, അയാളെ നേരത്തോട് നേരം മുകളിലോട്ട് പറഞ്ഞു വിട്ടാ പിന്നെ നമുക്കിടയില് ഇങ്ങനൊരു സംസാരം ഉണ്ടാകില്ല. അത് കേസായാലോ? ആര് കേസാക്കാനാ? കേസ് കൊടുക്കേണ്ടവര് തന്നെയല്ലേ തെറ്റ് ചെയ്യുന്നത്. എന്റെ കരുണെ, അനന്തുവേണ്ടി ലേഖ ചേച്ചിയൊക്കെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? അവർക്കും പണവും സ്വാധീനമുണ്ട്. അതുകൊണ്ട് സംഭവം പോലീസ് കേസായ പ്രതികളെല്ലാവരും തൂങ്ങും. നിങ്ങളുടെ സ്ഥാനത്ത് ഇപ്പൊ എന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ ആയിരുന്നെങ്കിലേ ഇപ്പൊ വീൽ ചെയറിലിരിക്കുന്ന ആളുണ്ടല്ലോ, അയാൾ എപ്പോഴേ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയേനെ. ഈ വീടിനകത്ത് കയറി വന്നതിൽ പിന്നെ ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അവൾ എങ്ങനെയെങ്കിലും ഒന്ന് വിശേഷം അറിയിച്ചാ മതിയായിരുന്നു. അതെന്താ കരുണ അങ്ങനെ പറഞ്ഞത്? അപ്പോ നിന്റെ ചേച്ചി അമ്മയാണെന്നാണോ നിന്റെ ആഗ്രഹം? അവൾ അമ്മയായാലേ അയാൾ ഇനി അവളെ സംശയിക്കൂ, കളയൂ. അയാൾക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് അയാൾക്കറിയാം. അപ്പൊ പിന്നെ അമ്മയായി കഴിഞ്ഞാല് ജനിക്കുന്നത് അയാളുടെ കുട്ടി ആയിരിക്കില്ലല്ലോ. നിന്റെ ചേച്ചി തലച്ചോറുള്ള കൂട്ടത്തിലാ. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കുന്ന നീ കരുതണ്ട. പിന്നെ അവരൊരു കുഞ്ഞിനെ ദത്തെടുക്കാതിരിക്കണേന്ന് പ്രാർത്ഥിക്കുക. അതിനെന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അവരെന്ത് പറഞ്ഞാലും എന്റെ ഏട്ടൻ എന്ന് പറയുന്ന ആള് കേൾക്കുമല്ലോ. അതുകൊണ്ട് അതൊന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല. അതോടെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജനിക്കുന്ന കുഞ്ഞിന് പോലും ഈ വീട്ടില് പ്രസക്തി ഇല്ലാതായി പോവും. ഒരു സ്ഥാനവും ഇല്ലാതായി പോവും. അറിയാൻ പറ്റില്ല. എന്നോടുള്ള വാശിക്ക് അവൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഭയക്കുന്നതൊന്നും സംഭവിക്കാതിരിക്കാൻ കമലേശ്വരത്തെ വല്യേട്ടന് കൊള്ളി വെക്കാനുള്ള മാർഗം നോക്കാൻ. അതിന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം.